ഞാൻ ഡോക്ടർ റോണി തോമസ് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എമർജൻസി വിഭാഗത്തിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. പാമ്പുകടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരിഭ്രാന്തരാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യം. 50% ആളുകളിലും വിഷമുള്ള പാമ്പ് കടിച്ചാൽ പോലും ഡ്രൈ ബൈറ്റ്സ് ആകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരാകാതിരിക്കുക. രണ്ടാമത്, സഹായത്തിനായി ഒരാളെ വിളിക്കുക, കോൾ ഫോർ ഹെൽപ്പ്. ആ ആളുടെ സഹായത്തോടുകൂടി നമ്മളെ ഏത് സ്ഥലത്തു നിന്നാണോ പാമ്പ് കടിയേറ്റത് അവിടെ നിന്നും മാറി നിൽക്കുവാൻ അല്ലെങ്കിൽ മാറിയിരിക്കുവാൻ നമ്മൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായി, യാതൊരു കാരണവശാലും ആ പാമ്പിനെ പിടിക്കുവാനോ കൊല്ലുവാനോ ഒരുമ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വീണ്ടും ഒരു കടിയേൽക്കാൻ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട്. കടിയേറ്റ ശരീരഭാഗത്തു നിന്നും മുറിവുണ്ടാക്കുകയോ രക്തം സക്ക് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതും ആശാവഹവുമല്ല. അതിന് യാതൊരു സയൻറ്റിഫിക് ബേസിസും ഇല്ല. അഞ്ചാമതായി, നമ്മൾക്ക് ലഭിച്ച സഹായത്തോടു കൂടി നമ്മളെ ആ കടിച്ച ഭാഗം എത്രയും നന്നായിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുവാൻ, അതായത് ആ ശരീരഭാഗം അനങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കാനുള്ള സ്പ്ലിൻറ്റിങ് ചെയ്യുന്നതും സഹായകരമായിരിക്കും. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അടുത്തുള്ള പാമ്പ് വിഷബാധ ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. പുഷ്പഗിരി എമർജൻസി വിഭാഗത്തിൽ പാമ്പുകടി ഏറ്റ രോഗികളെ കൊണ്ടുവരികയാണെങ്കിൽ നാം വളരെ ഗൗരവപൂർവമാണ് ഇവരെ ചികിത്സിക്കാറുള്ളൂ. എമർജൻസി വിഭാഗത്തിൽ ചികിത്സിക്കുന്ന ഏതൊരു രോഗിക്കും കൊടുക്കേണ്ടുന്ന ശ്രദ്ധ എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ ഡിസബിലിറ്റി എന്ന പ്രോട്ടോക്കോൾ പ്രകാരം നമ്മൾ ആ രോഗിയെ ശ്രദ്ധിച്ച് ചികിത്സിക്കുന്നു. ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വെന്റിലേറ്ററിലോട്ട് ഘടിപ്പിച്ച് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കാനുള്ള സൗകര്യം ലഭിക്കേണ്ടതാണ്. അതിനുശേഷം വിഷബാധ ഏറ്റ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ASV, അതായത് ആൻറ്റി സ്നേക്ക് വെനം, വിഷബാധയ്ക്കുള്ള മറുമരുന്ന് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. ഈ ASV ലഭിക്കുന്ന ആശുപത്രികൾ ഇന്ന് കേരളത്തിൽ അനേകം ആശുപത്രികൾ ഉള്ളപ്പോൾ യാതൊരു കാരണവശാലും പാമ്പ് കടിയേറ്റ് ASV ലഭിക്കാതെ ഒരു രോഗി പോലും നമ്മുടെ നാട്ടിൽ മരിക്കാൻ ഇടയാകരുത് എന്നാകട്ടെ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം.